കൈ പിടിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ വടി, മറു കയ്യിൽ മകന്റെ കൈ, അല്ലെ? മാതാവിന്റെ പാട്ട് പറഞ്ഞ പോലെ ഒരു കയ്യിൽ ഉത്തരീയവും മറു കയ്യിൽ ഉണ്ണി യേശു. ഹല്ലേലൂയ. അങ്ങനെ ഇവര് വന്നു, പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ആ വെള്ളം വരല് നിന്നു. ഒരാളുടെ കൈ പിടിക്കാതെ, ഒരു വടിയും പിടിക്കാതെ അവർ ഓടിപ്പോയി. കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈ രക്തസ്രാവക്കാരി സ്ത്രീ, പ്രിയപ്പെട്ടവരെ, ഇവര് 12 വർഷം ചികിത്സിച്ച് മടുത്തിരിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊട്ടാ മതി. ഈശോയോട് എന്നെ തൊട് എന്ന് പറയാൻ അവൾക്ക് അർഹതയില്ല. കാരണം രക്തസ്രാവക്കാരി സ്ത്രീയെ തൊടുന്നവൻ അശുദ്ധനാകും എന്നതാണ് യഹൂദ പാരമ്പര്യം. അവളെ തൊടാൻ പാടില്ല, അവളും പോയി തൊടാൻ പാടില്ല. അപ്പോ ഇവള് ചിന്തിക്കുകയാണ്, അവൻ എന്നെ തൊട്ടില്ലെങ്കിലും, അവന്റെ കയ്യിലോ കാലിലോ ഞാൻ തൊട്ടില്ലെങ്കിലും, വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും അറ്റത്തെങ്കിലും ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് സുഖം കിട്ടും എന്ന വിശ്വാസം കാണുമ്പോ ഈശോയ്ക്ക് ഒരാശ്വാസമാണ്. ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലൊരു വിശ്വാസം ഉണ്ടോ? നമ്മളെല്ലാം ജീവിതത്തിലെല്ലാം കഴിഞ്ഞ് മടുത്ത് മരവിച്ചിരിക്കുകയാണ്. ഇനിയൊന്നുമില്ല, ഇനിയിപ്പോ എന്തൊട്ട് പള്ളിയിൽ പോവാൻ. ഇന്നലെ ഒരു സഹോദരൻ, ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ഒരു സഹോദരനാണ്, അച്ഛനോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് നടുവേദനയായിരുന്നു, ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ദിവസം ഈ വേദന അങ്ങോട്ട് ഇളകി. അങ്ങനെ ഉണ്ട്, വേദന ഇളകിയിട്ട് എന്റെ മനസ്സിന്റെ താളം തെറ്റി. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്? വീട്ടിലുണ്ടായിരുന്ന കസേരൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമായി എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നലെ ഇവിടെ വന്നിരുന്നു, പ്രാർത്ഥിച്ചു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇവിടെ വന്നു. അച്ഛൻ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ 9 മണിയായപ്പോ കണ്ടു, 9:30 ആയപ്പോ കണ്ടു. അതുവരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവസാനം ബെൽറ്റൊക്കെ ഊരി നടക്കാൻ പറ്റാതെ വന്ന സഹോദരൻ ഓടാൻ പറ്റുന്ന രീതിയിലാണ് മടങ്ങിപ്പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നുണ്ടോ ആ ചേട്ടൻ? ഇവിടെ ഇരിക്കുന്നുണ്ടോ? ആ, ചമതച്ചാലിൽ നിന്നുള്ള ചേട്ടൻ അല്ലേ? ഇപ്പൊ എങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഒന്ന് എഴുന്നേറ്റ് നടന്നു വന്നേ. ഹല്ലേലൂയ. ഇന്നലെ യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെസ്. അപ്പൊ ചേട്ടൻ തന്നെ പറയട്ടെ, ഒരു സാക്ഷ്യം പറഞ്ഞു. നമ്മൾ എന്തായാലും വിശ്വാസത്തെ കുറിച്ച് പറയുകയല്ലേ. ചേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നത് തന്നെ ഒരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ? ആ, ഹല്ലേലൂയ. നടക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നടക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല. വാ ഇങ്ങോട്ട് പോരി. ഈശോയെ നന്ദി. ഞാന് ചമതച്ചാല് ആണ് വരുന്നത്. ഇന്നലെ ആണ് ഒരു സിസ്റ്റർ, എൻ്റെ തൊട്ടടുത്ത് ഗവൺമെന്റ് ആണ് സിസ്റ്റർ, എൻ്റെ വിഷമം കണ്ടിട്ട് ഇങ്ങനെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചു. അപ്പോൾ സിസ്റ്ററിനോട് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ ഞാൻ ഒരു ബ്രദർ, തെരേസ്മൽ സജി ബ്രദർ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദറിൻ്റെ കൂടെ, എനിക്ക് വേറെ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ബ്രദർ പറഞ്ഞു പെട്ടെന്ന്, ഞാൻ വരുന്നുണ്ട് എന്നാ. ബ്രദർ വരുന്നുണ്ടെന്ന് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക്. അപ്പം ബ്രദറിൻ്റെ ഒപ്പം ഞാനും എന്നെ ബ്രദർ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. അപ്പം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ഞാൻ ദിവ്യകാരുണ്യ മുമ്പിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച്. അപ്പോൾ എനിക്ക് പിന്നെ അച്ഛൻ എന്നെ കണ്ടില്ലല്ലോ, കാണാൻ വരുമോ, എനിക്കതൊരു പ്രയാസം ഉണ്ടായിരുന്നു. കണ്ടില്ല, അച്ഛൻ മറന്നുപോയോ എന്ത് തന്നെയാണെങ്കിലും എല്ലാം അവസാനം അപ്പം ബ്രദർ പറഞ്ഞു ലാസ്റ്റ് പോയി അച്ഛനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛനോട് എൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞു. എന്നാൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ ദിവസങ്ങളിൽ, ഒരു കഴിഞ്ഞ ആഴ്ച തന്നെ എനിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, സ്ക്രൂ ഇട്ടിട്ടുണ്ട്, 4 മാസത്തോളമായി. പക്ഷേ കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു വേദന. പിന്നീട് അങ്ങോട്ട് വേദന ഇളകിയിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ വേദനയായി. ഡിസ്ക് ബൾജായവർക്ക് അറിയാം, അതിൻ്റെ ബോധം കെട്ട് പോവുകയാണ് സാധാരണ. സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ പെട്ടെന്ന് ഞാൻ ഇരുന്ന കസേരയൊക്കെ എടുത്ത് അടിച്ച് നിലത്ത്, അവസാനം
ഇപ്പൊ അച്ഛനോട് പറയാത്ത ഒരു കാര്യം കൂടി ഞാൻ ആരോടും അറിയില്ല. 6 ഗുളിക 5 ഗുളിക സെട്രിസിൻ ഗുളിക എടുത്തിട്ട് നല്ല അലർജി ഉണ്ട്, ഒരുമിച്ച് മുഴുങ്ങി. അത് കൊച്ചിന്റെ മുമ്പിൽ വെച്ചാൽ മുഴുങ്ങി, എൻ്റെ അനിയന്റെ കുട്ടി. അങ്ങനെ പോലും കൂടി ഒരു തെറ്റ് ചെയ്തു. എൻ്റെ വീട്ടില് മാതാവിൻ്റെയും യേശുപിതാവിൻ്റെയും എസ്തഫാനോസ് പുണ്യാളന്റെ രൂപം ഞാൻ ഈ അടുത്ത കാലത്ത് നന്നായിട്ട് കുരിശുരൂപമൊക്കെ നല്ല അലങ്കരിച്ച് വെച്ചാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് ഞാൻ ആ രൂപമൊക്കെ എടുത്ത് എറിഞ്ഞാലോ എന്ന് പോലും കൂടി ചിന്തിച്ചു പോയി. ഇനി പള്ളിയിൽ പോകരുത്, പള്ളിയുടെ തൊട്ട് മുമ്പിലാണ് എൻ്റെ വീട്. പള്ളിയിൽ പോയതിന് കാരണം ഞാൻ അന്ന് രാവിലെ അസിസി പള്ളിയിൽ തിരുവൂർ പള്ളിയിൽ പോയി കുർബാന കൂടി കുമ്പസാരിച്ച് ഒരു അരമണിക്കൂർ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ അതുപോലെ സജീവമായിട്ട് പങ്കെടുത്ത് വീട്ടിൽ വന്ന് എനിക്ക് വേദന ഉണ്ടെങ്കിലും പക്ഷെ എനിക്ക് അതൊന്നും ഒരു പ്രശ്നം അന്നൊന്നും എനിക്ക് വേദന അന്നേരം ഒന്നും ഉണ്ടായില്ല. ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞില്ല എനിക്ക് ഇതങ്ങ് വേദന ഇളകിയിട്ട് പിന്നെ എൻ്റെ വിശ്വാസം എല്ലാം പോയി. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിലാണ് വന്നത്. എന്തായാലും ഇന്നലെ ഇവിടെ വന്ന അച്ഛൻ പ്രാർത്ഥിച്ച് ഞാനിവിടെ മുട്ടുകുത്താനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. ഇവിടെ കുമ്പിട്ട് ആൾക്കാർ ചുംബിച്ച് അവിടെ വരെ നടന്ന് സ്പീഡിൽ നടന്ന് ഓടി വന്ന് ഞാനിവിടെ ഇതാക്കി. അപ്പൊ ഇന്നിവിടെ വരാൻ എനിക്ക് വണ്ടി ഓടിക്കാനല്ല, ഉടനെ തന്നെ പോകുന്ന വഴിക്ക് ബ്രദർ വിളിച്ചു പറഞ്ഞു ഒരു വാഹനം വരുന്നുണ്ട് അവിടുന്ന്, എല്ലാ ആഴ്ചയും വരുന്നതാണെന്ന്. അന്നേരം തന്നെ അവരോട് സീറ്റ് കുറച്ച് മുമ്പിൽ സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മുമ്പിൽ ഏറ്റവും സീറ്റ് ആദ്യം തന്നെ എനിക്ക് 2 സീറ്റ് ഒഴിവാക്കിയിട്ടൊക്കെ എനിക്ക് വൈഫിന് വണ്ടിയെ കയറിയപ്പോൾ അങ്ങനെ ആ വാഹനത്തിൽ വന്ന് ഇപ്പോൾ ഞാൻ ഇതിനെ സംബന്ധിക്കാൻ ദൈവം അനുവദിച്ചു. ദൈവത്തിനും അമ്മയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും ഒക്കെ നന്ദി പറയുന്നു. ഞാൻ മാക്സിമം പരമാവധി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വ്യാഴാഴ്ചയും വരണം. എനിക്ക് മുമ്പോട്ട് എനിക്ക് ദൈവം ആയുസ് തരുവാണെങ്കിൽ ഞാൻ വരാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈശോയെ നന്ദി.